കട്ടയും പടവും മടങ്ങി കേക്കച്ചൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മിഷൻ 60യുടെ 49ാം ദിവസമാണ്. ഈ 49ാം ദിവസം എത്തി നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. രാഹുൽ ശക്തനായി പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമായി മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ ആവശ്യപ്രകാരം രാഹുൽ സകല പൊതുപരിപാടികളിലും പങ്കെടുത്തു തുടങ്ങി. രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കത്തില്ല, ഒരു പരിപാടികളിൽ പങ്കെടുപ്പിക്കത്തില്ല എന്ന് വീരവാദം മുഴക്കിയ ഒറ്റയൊരുത്തനെയും കാണുവാനില്ല. കാരണം ജനങ്ങൾക്ക് രാഹുലിനെ ആവശ്യമാണ്. ഈ 49 ദിവസം മിഷൻ 60യുടെ ഈ 49ാം ദിനം നമ്മളുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിനെ പഴയതുപോലെ സജീവമായി മണ്ഡലത്തിൽ കൊണ്ടുവരിക, അദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതുപോലെ ഈ നാണം കെട്ടവന്മാർക്ക്, ഈ കേക്കച്ചനും സംഘത്തിനും ഇവന്മാരുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക. ഇത് രാഹുലിനെ ഇല്ലാതാക്കുവാൻ വ്യക്തിഹത്യ ചെയ്ത് ഒഴിവാക്കിയതാണ്. കർണാടക ലോബിക്ക് കേരളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി കഴിവുള്ള യുവനേതാക്കന്മാരെ വെട്ടിനിർത്തുക എന്ന അജണ്ടയുടെ ഭാഗമായാണ് രാഹുൽ മാങ്കുട്ടത്തെ നശിപ്പിച്ചത് എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ആ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ITV ന്യൂസ് കഴിഞ്ഞ 49 ദിവസം മിഷൻ 60യുടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ 49 ദിവസം നമ്മൾ പ്രവർത്തിച്ചത്. ഈ 49 ദിവസം ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്ന് അസസ് ചെയ്യുക. രാഹുലിനെ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ച എല്ലാ മാധ്യമങ്ങളും നാണം കെട്ടുപോയി. ഇതിനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് അവതരിപ്പിച്ച മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ അവസ്ഥ നോക്കുക. ടാം റേറ്റിംഗിൽ വളരെയേറെ അവന്മാർ പിന്നോട്ട് പോയി, അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുപോലെ ദൃശ്യമാധ്യമങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഏഷ്യനെറ്റ്, വിനു വി ജോൺ അടക്കം ഉള്ളവരുടെ ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ആവശ്യമില്ലാതെ കേക്കച്ചന്റെ അച്ചാരം വാങ്ങി രാഹുലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച, കേക്കച്ചന് വേണ്ടി PR പണി ചെയ്ത ഏഷ്യനെറ്റിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുപോലെ 24, നമുക്കറിയാം, ഇടതുപക്ഷ ബിനാമികളുടെ ചാനലായ 24ന്റെയും യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുപോലെ ദിവസക്കൂലിക്ക് പണി ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകന്മാർ, ജയശങ്കറിനെ പോലെയുള്ള വക്കീലന്മാർ ഈ ദൂഷിത വലയമെല്ലാം ചേർന്ന് VD സതീശന് വേണ്ടി PR പണി ചെയ്യുകയാണെന്ന യാഥാർത്ഥ്യം ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ കേക്കച്ചൻ എന്ന് പറയുന്നവന്റെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് പോന്ന അവന്റെ സകല ഇമേജും ഈ 49 ദിവസം കൊണ്ട് തകർന്നു, തരിപ്പണമായി. ഇന്ന് കേക്കച്ചൻ ദുബായിൽ നിന്ന് വന്ന് നിന്നത് അയാളുടെ മുഖത്ത് നിങ്ങളൊന്ന് നോക്കുക, അവന്റെ രക്തമയം പോലും മുഖത്തില്ല. ആ അവസ്ഥയിലേക്ക് കേക്കച്ചൻ തകർന്നുപോയി, മാനസികമായി അയാൾ തകർന്നുപോയി എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അങ്ങനെ മിഷൻ 60 വളരെയേറെ ഈ 49 ദിവസം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം 100% നമ്മൾ വിജയിച്ചു എന്നതാണ് ഈ 49ാം ദിനം നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. കാരണം ജനങ്ങൾക്ക്, സാധാരണ വീട്ടമ്മമാർക്ക് പോലും, സാധാരണ ജനങ്ങൾക്ക് പോലും, പ്രായമായവർക്ക് പോലും കൃത്യമായി മനസ്സിലായി ഇതൊരു അജണ്ട വെച്ചുള്ള ഒരു കൊട്ടേഷനാണ്, രാഹുലിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ളൊരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിയാണ് അവർ അഹോരാത്രം രാഹുലിന് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു, ശബ്ദിച്ചു. അതിൻ്റെ ഫലമാണ് ഇതാ രാഹുൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞു പൂർവാധികം ശക്തിയോടെ. രാഹുലിനെ തടുക്കുവാൻ ഇനി ഒരു ശക്തിക്കും ഒരു കേക്കച്ചനും സാധ്യമല്ല എന്ന് ജനങ്ങൾ ഇവന്മാരോട് വിളിച്ചു പറയുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ രാഹുലിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ ഈ മിഷൻ 60ക്ക് ശേഷം നമ്മൾ മിഷൻ 210 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ തുടരുമെന്ന് പറഞ്ഞു. ഇവന്മാരെ, രാഹുലിനെ ഒതുക്കുവാൻ ശ്രമിച്ച, ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചവന്മാർ മണ്ഡലത്തിൽ തോക്കുമെന്ന് ഉറപ്പാക്കും വരെ, ആ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് വരെ നമ്മൾ അക്ഷീണം പ്രവർത്തിക്കും. അതിന് ലോകമെമ്പാടുമുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിലാക്കി നമ്മൾ പ്രവർത്തിക്കും, അവരെ നയിക്കും എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രാഹുൽ ഇതാ മണ്ഡലത്തിൽ സജീവമായി എന്ന് കഴിഞ്ഞ ദിവസം ഈ ഏഷ്യനെറ്റിനും 24കാരനും മുട്ടിൽ മരമുറിക്കാരനും ഒക്കെ നിലവിളിക്കുകയായിരുന്നു. അതേടാ, രാഹുൽ പാലക്കാട്ട് സജീവമായി. ഇന്ന്
അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പിരായിരി പഞ്ചായത്തിലെ പൂഴിക്കുന്നം കോൺക്രീറ്റ് റോഡ്, അതായത് MLA ഫണ്ട് കൊണ്ടുണ്ടാക്കിയ ആ റോഡ്, അത് ഉദ്ഘാടനം ചെയ്യുന്നെങ്കിൽ അത് രാഹുൽ വന്ന് മതി എന്ന നിലപാടെടുത്തിരുന്നു ജനങ്ങൾ. അങ്ങനെ അവിടുത്തെ ആ പഞ്ചായത്തിലെ നിവാസികളുടെ ആവശ്യപ്രകാരം രാഹുൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാഹുലിന്റെ ഫോട്ടോ വെച്ച് ബോർഡുകളൊന്നും ഇറക്കത്തില്ല, അടിക്കത്തില്ല എന്ന് പറഞ്ഞു. രാഹുലിന്റെ ഉദ്ഘാടകനായി രാഹുലിന്റെ ഫ്ലെക്സ് ബോർഡ്, വലിയ ഫ്ലെക്സ് ബോർഡ് അവിടെ നാട്ടുകാർ പല സ്ഥലങ്ങളിലും CPM-ന്റെ ഓഫീസിന്റെ മുന്നിൽ കൊണ്ട് സ്ഥാപിച്ചു. ആ ബോർഡൊന്ന് കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. പ്രേക്ഷകർ കണ്ടല്ലോ, രാഹുലിന്റെ ഫോട്ടോ വെച്ച് വലിയ ഫ്ലെക്സ് ബോർഡുകൾ പിരായിരി പഞ്ചായത്തിൽ മുഴുവൻ വെച്ചിരുന്നു. CPM-ന്റെ ഓഫീസിന്റെ മുന്നിൽ വെച്ചിരുന്നു. ഒരാൾ പോലും അതിനെ എതിർക്കുകയോ ശബ്ദിക്കുകയോ ചെയ്തില്ല എന്ന് മനസ്സിലാക്കണം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് പിരായിരി വാർഡ് മെമ്പറും മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റുമായ ഷമീറിന്റെ വാക്കുകളാണ്. ഷമീറിന്റെ വാക്കുകളിലേക്ക്. MLA ഇന്നത്തെ പരിപാടിക്ക് എന്തെങ്കിലും വരുന്ന ഉറപ്പാണ്. പ്രതിഷേധവും എല്ലാ പരിപാടിയും എല്ലാവർക്കും നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മെമ്പർ എന്നതിലുപരി പാലക്കാട് മണ്ഡല യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ സംഘടനകളിലെ ഒരു പ്രദേശവാസികൾക്ക് ഈ പറഞ്ഞ പോലെ വികസനം വരുമ്പോൾ അതുപോയി മുടക്കി നാട്ടുകാരനെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പ്രതിഷേധം. ഒരു MLA വരുന്ന പരിപാടി, MLA തന്ന ഫണ്ടാണ് 10 ലക്ഷം രൂപ. അപ്പൊ MLA ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടുത്തെ പ്രദേശവാസികളാണ് നമ്മളത് പറഞ്ഞത് MLA കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന്. വാർഡ് കൗൺസിലർ എന്ന രീതിക്ക് ഞാൻ ആ പറഞ്ഞ എന്റെ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ലീഗ് സംഘടിപ്പിക്കുന്ന പരിപാടി പറഞ്ഞിട്ടല്ല, 10 ലക്ഷം രൂപ. ഈ ആ റോഡിന്റെ മുന്നത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ജനങ്ങളുടെ ആ പ്രദേശത്ത് ഒരു പ്രദേശവാസിയാണ്. ആ റോഡ് അത്രയും മോശപ്പെട്ട റോഡായിരുന്നു. കടിക്കുന്ന പട്ടിക്ക് എന്തിനാണ് തല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെ രാഹുലിന് എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഈ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനവും? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ, നേതാവാകുവാൻ, വളർന്നു വലുതാകുവാൻ പാർട്ടിയുടെ ഒരു പദവിയോ ടൈറ്റിലോ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടുന്നത് വേറെ ആരുമല്ല, കേക്കച്ചനും സംഘവുമാണ്. നിങ്ങൾക്ക് മാത്രമേ രാഹുലിനെ ഒതുക്കുന്നത് കൊണ്ട് നഷ്ടം ഉണ്ടാകുകയുള്ളൂ, അത് ഈ പാർട്ടിക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നേതാക്കന്മാരോട് പറയുവാനുള്ളത്, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവന്റെ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ വിംസ് ആൻഡ് ഫാൻസിക്ക് വേണ്ടി, ഇയാളുടെ പെറ്റി ഈഗോയ്ക്ക് വേണ്ടി കുരുതി കൊടുക്കേണ്ടതാണോ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാവി എന്ന് നിങ്ങൾ ചിന്തിക്കണം. രാഹുലിനെ പോലെയുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന നേതാക്കന്മാരെ ചേർത്ത് പിടിക്കേണ്ടുന്നത് ഈ പാർട്ടിയുടെ ആവശ്യമാണ്. ഈ ആർക്കും വേണ്ടാത്ത ഈ നാണംകെട്ട കേക്കച്ചനെ ഈ വൃത്തികെട്ടവൻ മുന്നിൽ നിന്ന് നയിക്കുന്നതാണോ, അതോ രാഹുലിനെ പോലെയുള്ള ഷാഫിയെ പോലുള്ള മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാർ ഈ പാർട്ടിയെ നയിക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ ആലോചിക്കുക, ഉചിതമായ തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ഇനി ആലോചിക്കുവാൻ പോലും സമയമില്ല. ഈ ഒരു അവസരം പോയാൽ, ഈ അവസാന വണ്ടി പോയാൽ ഗതികേടിലാകുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും, ഈ പാർട്ടി ആയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിഷൻ 60യുടെ 49ാം ദിനം ഇനി മുതൽ ഞങ്ങൾ കൂടുതൽ വീറും വാശിയോടും കൂടി മുന്നോട്ട് പോവുകയാണ്. ഈ 49ാം ദിനം, ഈ 11 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 11 ദിവസങ്ങൾക്കുള്ളിൽ രാഹുലിനെ തിരികെ എടുത്തില്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഈ സഹന സമരത്തിന്റെ രൂപവും ഭാവവും ഗതിയും എല്ലാം മാറും. ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത്, യാതൊരു തെറ്റും ചെയ്യാത്ത, ഇതുവരെ യാതൊരു തെറ്റ് ചെയ്തു എന്ന് തെളിവില്ലാത്ത, പരാതിയില്ലാത്ത, FIR ഇല്ലാത്ത ഈ നേതാവിനെ, ഈ യുവ നേതാവിനെ എന്തിന് ക്രൂശിക്കുവാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതിനൊരു മറുപടി പറയാൻ പോലും ഈ നാണം കെട്ട കേക്കച്ചനും സംഘത്തിനും കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ നില വളരെ അപകടത്തിലാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ അപകടവും നഷ്ടവും സംഭവിക്കാൻ പോകുന്നത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. അത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവന് ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.